വെൽക്കം ടു അനദർ ലെക്ചർ. നമ്മളിതിൽ 3 ലെക്ചേഴ്സ് ആണ് കവർ ചെയ്യാൻ പോണത്. ലെക്ചർ 8, 9, 10. സോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കോറിലേഷൻ അനാലിസിസും അതുപോലെ തന്നെ റിഗ്രഷൻ അനാലിസിസും. സോ ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ മെഷേഴ്സ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ബൈവേരിയേറ്റ് അനാലിസിസ് എന്നാണ് പറയുന്നത്. ഇത്രയും കാലം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ ഈ എക്സിന്റെ പല വാല്യൂസ് ഉണ്ട്. ഈ എക്സിന്റെ മീൻ എന്താണ്, മീഡിയൻ എന്താണ്, മോഡ് എന്താണ്, ഡിസ്പോഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ ഇവിടം തൊട്ട് നമുക്ക് രണ്ട് വേരിയബിൾസ് വരും, എക്സും വൈയും. ഓക്കെ, സോ രണ്ട് വേരിയബിൾസ് ഉള്ള ഡേറ്റേനെയാണ് നമ്മൾ ബൈവേരിയേറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ബൈവേരിയേറ്റ് ഡേറ്റയുടെ അനാലിസിസ് ആണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. സോ സ്റ്റാർട്ടിംഗ് വിത്ത് കോറിലേഷൻ അനാലിസിസ്. കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസിന്റെ ബിഹേവിയർ മനസ്സിലാക്കാനാണ് നോക്കുന്നത്. Correlation measures the degree and closeness of the linear relationship between the two variables in numerical magnitude. അതായത് രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള എത്രത്തോളം ക്ലോസ്നെസ് ഉണ്ട്, എത്രത്തോളം ഇവർ തമ്മിൽ റിലേറ്റഡ് ആണ് എന്ന് ഒരു നമ്പർ വെച്ചിട്ട്, ഒരു ന്യൂമറിക്കൽ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. സോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ഇത് യൂസ് ചെയ്യുന്നത്. ഇഫ് ടു ഓർ മോർ ക്വാണ്ടിറ്റീസ് വേരി ഇൻ റിലേറ്റഡ് മാനർ so that the movements in one trend can be accompanied by the movements in another, then they are said to be correlated. അതായത് സപ്പോസ് എക്സും വൈയും കോറിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ് കൂടുമ്പോൾ വൈയും കൂടും, എക്സ് കുറയുവാണെങ്കിൽ വൈയും കുറയും. അതാണ് കോറിലേഷൻ അനാലിസിസിൽ നമ്മൾ മെയിൻ ആയിട്ടും നോക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോണത് ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ്. ഫസ്റ്റത്തെയാണ് പോസിറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കൂടിക്കഴിഞ്ഞാൽ വൈയും കൂടും. ഇതാണ് പോസിറ്റീവ് കോറിലേഷൻ. സോ എക്സ് ഇസ് ഇൻക്രീസിംഗ് മീൻസ് വൈ ഇസ് ഓൾസോ ഇൻക്രീസിംഗ്. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഇൻ വിച്ച് ബോത്ത് വേരിയബിൾസ് മൂവ് ഇൻ സെയിം ഡയറക്ഷൻ. അതുപോലെ തന്നെ എക്സ് കുറയുവാണെങ്കിൽ വൈയും കുറയും. അതാണ് പോസിറ്റീവ് കോറിലേഷൻ. സോ എ പോസിറ്റീവ് കോറിലേഷൻ എക്സിസ്റ്റ് when one variable decreases as the other variable decreases or one variable increases while the other increases. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്, നമ്മളൊരു ട്രെഡ്മിൽ ഓടുവാണെങ്കിൽ നമ്മുടെ റണ്ണിങ് ടൈം കൂടുമ്പോഴത്തേക്കും കാലോറീസ് ബേൺഡും കൂടിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പോസിറ്റീവ് കോറിലേഷൻ. അല്ലെങ്കിൽ ഷോർട്ടർ പീപ്പിളിന് സ്മോളർ ഷൂ സൈസ് ആയിരിക്കും, അതേസമയം ടോളർ പീപ്പിളിന് ലോങ്ങർ ഷൂ സൈസ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ another example for positive correlation. അതുപോലെ നമ്മുടെ ഡയറക്റ്റ് സൺലൈറ്റിൽ എത്രത്തോളം ഡ്യൂറേഷൻ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നോ നമ്മുടെ ടാൻ അല്ലെങ്കിൽ മെലാനിൻ കണ്ടന്റ് കൂടുതലായിരിക്കും. സോ അതും ഒരു എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഐസ്ക്രീം സെയിൽ കൂടും. ഇതും ഒരു പോസിറ്റീവ് കോറിലേഷൻ ആണ്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേത് കുറയും. സോ എക്സ് കൂടിക്കഴിഞ്ഞാൽ വൈ കുറയും, എക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ വൈ കൂടും. ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡന്റ് കൂടുതൽ ഡേയ്സ് ആബ്സെന്റ് ആണെങ്കിൽ അവരുടെ ഗ്രേഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഇസ് എ നെഗറ്റീവ് കോറിലേഷൻ. അല്ലെങ്കിൽ എന്താ, വെതർ കോൾഡർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എ സിയുടെ പ്രൈസ് കുറയും. ഓക്കെ, സോ ആവറേജ് മന്ത്ലി ടെമ്പറേച്ചർ എന്താ സംഭവിച്ചത്? ആവറേജ് മന്ത്ലി ടെമ്പറേച്ചർ ഈസ് ഡിക്രീസിങ്. സോ പ്രൈസ് ഓഫ് എ സി ഈസ് ഓൾസോ ഡിക്രീസിങ്. ദെൻ ചിക്കൻ പ്രൈസ്, ചിക്കൻ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് എഗ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ കാറ് സ്പീഡ് കുറയ്ക്കുമ്പോഴത്തേക്കും ട്രാവൽ ടൈം കൂടും. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം നെഗറ്റീവ് കോറിലേഷൻ്റെ. ഇത് കൂടാതെ നമുക്ക് വേറെ കുറച്ച് ടൈപ്പ് ഓഫ് കോറിലേഷനും കൂടെ ഉണ്ട്. ഒന്നാണ് സിമ്പിൾ കോറിലേഷൻ. സിമ്പിൾ കോറിലേഷൻ ആണെങ്കിൽ രണ്ട് വേരിയബിൾസ് ഉണ്ടാവത്തുള്ളൂ. മൾട്ടിപ്പിൾ കോറിലേഷൻ ആണെങ്കിൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടാവും. പാർഷ്യൽ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ബട്ട് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇസെഡ്. ഓക്കെ, മറ്റേതെങ്കിലും ഒരു വേരിയബിളിന്റെ ടേംസിലായിരിക്കും നമ്മൾ രണ്ടാമത്തെ വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പാർഷ്യൽ കോറിലേഷൻ. ടോട്ടൽ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വേരിയബിൾസിനെയും കൂടെ കോറിലേഷൻ എടുക്കുന്നതിനാണ് ടോട്ടൽ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി പെർഫെക്റ്റ് കോറിലേഷൻ, if there is change in the value of one variable, the value of the other variable is changed in a fixed proportion. അതായത് നമ്മുടെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയും. അപ്പോൾ പെർഫെക്റ്റ് കോറിലേഷൻ ആണെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഗ്രാഫിക്കലി കിട്ടുന്നത്. സോ ഇതാണ് പോസിറ്റീവ് കോറിലേഷൻ. നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പോസിറ്റീവ് കോറിലേഷൻ.
നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ, പക്ഷെ അതൊരു നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. സോ ഇവിടുത്തെ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും, ഇവിടുത്തെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. കോറിലേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോയിന്റ്സ് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. സോ ഈ ഗ്രാഫിനെയാണ് നമ്മൾ സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. എക്സ് ആക്സിസിൽ എക്സ് വേരിയബിളും വൈ ആക്സിസിൽ വൈ വേരിയബിളിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ കോറിലേഷൻ മെഷർ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റത്തെയാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് കൊവേരിയൻസ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ടു വേരിയബിൾസ് എന്നാണ് ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നത്. അതായത് നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റിനെ ആർ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സോ ആർ ഇസ് ഈക്വൽ ടു കൊവേരിയൻസിനെ നമ്മൾ COV എന്നാണ് സൂചിപ്പിക്കുന്നത്. COV ഓഫ് എക്സ് വൈ. COV ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇതാണ് ഇക്വേഷൻ ഫോർ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ്. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ പഠിക്കേണ്ട ഒരു ടേം ആണ് കൊവേരിയൻസ്. കൊവേരിയൻസിന്റെ ഇക്വേഷൻ ആണ് 1/n ഇൻറ്റു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ടേബിൾസ് വേണ്ടി വരും. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഐ വാല്യൂസ് ആയിരിക്കും. സോ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എക്സ് ബാർ കണ്ടുപിടിക്കുക. എക്സ് ബാർ കണ്ടുപിടിച്ചതിന് ശേഷം എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കുക. ഓക്കെ, ആൻഡ് അടുത്തത് വൈ ഐ കണ്ടുപിടിക്കുക. അടുത്തത് വൈ ഐ മൈനസ് വൈ ബാർ കണ്ടുപിടിക്കുക. അടുത്തൊരു ടേബിൾ ഉണ്ടാവുക എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ. ഈ ഒരു ടേബിൾ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതിന്റെ സമ്മാണ് എടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ സമ്മാണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് 5 ഒബ്സർവേഷൻ ആണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. എത്ര ഒബ്സർവേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത് അതാണ് എൻ വാല്യൂ. ഓക്കെ, സോ 1/n ഇൻറ്റു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ ആണ് കൊവേരിയൻസ്. സോ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിന്റെ ടേബിൾ വരയ്ക്കുമ്പോൾ ഇതിന്റെ അപ്പുറത്തായിട്ട് നമ്മൾ സിഗ്മ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനത്തിന്റെ സ്ക്വയറും ഈ സാധനത്തിന്റെ സ്ക്വയറും എടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എക്സിന്റെ സിഗ്മയും കണ്ടുപിടിക്കണം, വൈന്റെ സിഗ്മയും കണ്ടുപിടിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആർ ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം, റൂട്ട് ഓഫ് 1/n ഇൻറ്റു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/n അകത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം 2 തവണ വന്നിട്ടുണ്ട്. സോ ഇതും ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. സോ ദിസ് ഇസ് ദ മോസ്റ്റ് സിംപ്ലിഫൈഡ് ഇക്വേഷൻ. ആർ ഇസ് ഈക്വൽ ടു, നമ്മൾ ആ എന്നിനെ നമ്മളൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ സിഗ്മയുടെ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് നമ്മളൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ ആയിരുന്നു. സോ എക്സ് ഐ ഇൻറ്റു വൈ ഐ എടുത്തു. ഓക്കെ, സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ ആയിരുന്നു നമുക്ക് മേളിലുണ്ടായിരുന്നത്, റൈറ്റ്? സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു 1/n ഉണ്ട്. നമുക്ക് എന്ത് കിട്ടി? സിഗ്മ, ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ എക്സ് വൈ, ആ 1/n അവിടെ നിൽക്കട്ടെ തൽക്കാലം, ഓർ കീപ് ഇറ്റ്, നോ ഇഷ്യൂ. 1/n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ, ഈ ഒരു ടേം കഴിഞ്ഞു. അടുത്തത് എക്സ് ഇൻറ്റു എക്സ് ബാർ, സോറി എക്സ് ഇൻറ്റു വൈ ബാർ. അടുത്ത ടേം മൈനസ് സിഗ്മ എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ്, സോറി പ്ലസ് സിഗ്മ എക്സ് ബാർ ഇൻറ്റു വൈ ബാർ. ഇങ്ങനൊരു എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഓരോത്തിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കും. ഓക്കെ,
എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം എന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാറ്റ് PG ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഇക്വേഷൻ നോക്കിയാൽ മതി. ജസ്റ്റ് നമുക്ക് n ടൈംസ് വരും ഈ ഒരു സാധനം, കാരണം ഇത് സമ്മേഷൻ ഓഫ് സംതിങ് n ടൈംസ് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ n ഇൻറ്റു ഈ സാധനം കൊടുത്തേക്കുന്നത് മൈനസ് xi ഇൻറ്റു സിഗ്മ xi ഇൻറ്റു സിഗ്മ yi എന്നാക്കിയത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാൾ പിയേഴ്സന്റെ ബേസിക് ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. കൊവേരിയൻസ് ഓഫ് എക്സ് വൈയുടെയും സിഗ്മ എക്സിന്റെയും സിഗ്മ വൈയുടെയും ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോണത് ആറിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂഷ്വലി നിങ്ങൾക്ക് ഒരു 4 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്യുവർ നമ്പർ ആണ്. ഓക്കെ, അതിന് യൂണിറ്റ് ഒന്നും ഉണ്ടാവത്തില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ബോത്ത് ഒറിജിൻ ആൻഡ് സ്കെയിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മീൻ ഈസ് ഡിപെൻഡന്റ് ഓൺ ഒറിജിൻ ആൻഡ് സ്കെയിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ വാല്യൂ ചേഞ്ച് ചെയ്യും എന്നായിരുന്നു മീനിൽ പറഞ്ഞത്. പക്ഷെ ഇവിടെ അങ്ങനെ ചേഞ്ച് ചെയ്യത്തില്ല. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വെച്ച് എക്സ്ഐയുടെ ഓരോ xi വാല്യൂസും നിങ്ങൾ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ട് ഒരു 5 വെച്ച് ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിലും ആറിന്റെ വാല്യൂ ചേഞ്ച് ആവത്തില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ആറിന്റെ വാല്യൂസ് എപ്പോഴും -1ന്റെയും +1ന്റെയും ഇടയിലായിരിക്കും വരുന്നത്. ഓർ യു ക്യാൻ ഹാവ് -1 ആൻഡ് +1. ഓക്കെ, -1 ആണെങ്കിൽ അതിന്റെ അർത്ഥം പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. 0 ആണെങ്കിൽ നോ കോറിലേഷൻ ആണ് അർത്ഥം. When correlation is 0, there is no linear relationship between the variables. If there is no meaningful relationship between the variables, the value of correlation obtained is also meaningless. Okay, suppose നമ്മളിപ്പം രണ്ട് വേരിയബിൾ ഇങ്ങനെ എടുത്തേക്കുന്ന ഒന്ന് ഫെർട്ടിലൈസറിന്റെ പ്രൈസ്, ഇതിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആയിട്ട് എടുത്തു. കോഹ്ലീസ് ബാറ്റിംഗ് ആവറേജിനെ നമ്മൾ y ആയിട്ട് എടുത്തു. ഓക്കെ, സോ ഫെർട്ടിലൈസറിന്റെ പ്രൈസ് കൂടുന്നത് വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ആവറേജിനെ കുറയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അർത്ഥമൊന്നുമില്ല. സോ വി മേ ബി ഗെറ്റിംഗ് സം ആർ വാല്യൂ ആസ് -2 ഓർ -3 അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ അതിന്റെ അർത്ഥം എന്താ, അത് തമ്മിൽ ഒരു ബന്ധമില്ലെന്നാണ്. ഓക്കെ, ഒരു മീനിങ്ലെസ് വാല്യൂ ആണ്. സോ മീനിങ്ലെസ് വാല്യൂ വരുന്ന കോറിലേഷൻ ആണ് നമ്മൾ സ്പ്യൂരിയസ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്ലൈഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പോയിന്റ്സും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് തിങ്, ഒരു ആർ എന്ന് പറയുന്ന ഒരു പ്യുവർ വാല്യൂ ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ബോത്ത് ഒറിജിൻ ആൻഡ് സ്കെയിൽ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കാരണം റിഗ്രഷനിൽ ഇതിലൊരു ചെറിയ മാറ്റമുണ്ട്, അത് സ്ഥിരം എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ വാല്യൂ ഓഫ് ആർ. ആറിന്റെ വാല്യൂ റേഞ്ച് ഓർത്തിരിക്കുക, -1ന്റെയും +1ന്റെയും ഇടയിലാണ് വരുന്നത്. ആർ +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ്, ആർ -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ്, ആർ 0 ആണെങ്കിൽ നോ കോറിലേഷൻ. കോറിലേഷൻ 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം നോ ലീനിയർ റിലേഷൻഷിപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. ആൻഡ് നെഗറ്റീവ് നോ മീനിങ്ഫുൾ റിലേഷൻ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് സ്പ്യൂരിയസ് കോറിലേഷൻ. ഇതാണ് പെർഫെക്റ്റ് പോസിറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പ്, പെർഫെക്റ്റ് നെഗറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പ്. ഇതാണ് നോൺ ലീനിയർ ആൻഡ് ദിസ് ഇസ് വീക്ക് ലീനിയർ. വീക്ക് ലീനിയർ ആണെങ്കിൽ പല പോയിന്റ്സും പലയിടത്തായിട്ടായിരിക്കും സ്കാറ്റർ ചെയ്തിരിക്കുന്നത്, പക്ഷെ കുറച്ച് പോയിന്റ്സ് ഒരു സ്ട്രേറ്റ് ലൈൻ ഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കിടക്കുന്നത്. ഫസ്റ്റ് മെഷർ ആയിരുന്നു നമ്മൾ പഠിച്ചത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കോറിലേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. രണ്ടാമത്തെയാണ് സ്പിയർമാൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. സ്പിയർമാൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് റാങ്ക്ഡ് വാല്യൂസിനാണ്. ഇപ്പൊ നമുക്ക് രണ്ട് ജഡ്ജസ് ഒരു പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ജഡ്ജ് എക്സും ജഡ്ജ് വൈയും. ഓക്കെ, ഈ ജഡ്ജ് എക്സും ജഡ്ജ് വൈയും തമ്മിൽ ചെയ്യുന്ന മാർക്കിങ്ങിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ യൂഷ്വലി സ്പിയർമാൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ റോ ഡേറ്റയ്ക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ റാങ്ക്ഡ് വാല്യൂസ് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. പ്രിഫറൻസ് ഓഫ് സംതിങ്, സാറ്റിസ്ഫാക്ഷൻ ലെവൽ, അങ്ങനെയൊക്കെ നമ്മൾ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് റിസർച്ചിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പിയർമാൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് മോണോട്ടോണിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്, വേറെസ് പേഴ്സൺസ് കോഎഫിഷ്യന്റ് മെഷേഴ്സ് ദ ലീനിയർ റിലേഷൻഷിപ്പ്. പേഴ്സൺസിൽ ലീനിയർ മാത്രമാണെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ നമുക്ക് ഓർഡിനൽ സ്കെയിലിലോ ഇന്റർവെൽ സ്കെയിലിലോ റേഷ്യോ സ്കെയിലിലോ ഉള്ള ഡേറ്റാസിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നോമിനൽ സ്കെയിൽ നമ്മൾ നോക്കത്തില്ല, കാരണം എന്താ, അതിന് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ജെൻഡർ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് റെസിഡൻസ്, അതിനൊന്നും നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഓർഡിനൽ സ്കെയിൽ ആണെങ്കിലും ഇന്റർവെൽ സ്കെയിൽ ആണെങ്കിലും റേഷ്യോ സ്കെയിൽ ആണെങ്കിലും നമുക്ക് സ്പിയർമാൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ രണ്ട് കേസസ് വരുന്നുണ്ട്. ഫസ്റ്റ് കേസ് ആണ് നോ ടൈഡ് റാങ്ക്. അതായത് ഒരു മത്സരം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ടൈ റാങ്ക്സ് വരുന്ന കേസ് ഉണ്ടാവും. സോ നോ ടൈഡ് റാങ്ക്സ് ആണെങ്കിൽ when two or more distinct observations have the same value, thus being given the same rank, they are said to be tied. നിങ്ങൾക്കറിയാം, രണ്ട് ഫസ്റ്റ് ഒക്കെ ഒരു മത്സരത്തിന് വരുന്ന കേസ്, അതാണ് ടൈ വരുന്നത്.
അങ്ങനെ ടൈ വരാത്ത കേസ് ആണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. അതായത് നമുക്കിപ്പം എക്സ് എന്ന് പറയുന്ന ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ട്, വൈ എന്ന് പറയുന്ന ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ട്. നിങ്ങളുടെ നെക്സ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് ആർ എക്സ് ആൻഡ് ആർ വൈ ആണ്. ഓക്കെ, സോ ആർ എക്സ് ആൻഡ് ആർ വൈ. അതായത് റാങ്ക് ഓഫ് എക്സും റാങ്ക് ഓഫ് വൈയും ആണ്. സപ്പോസ് നമുക്ക് എക്സിന്റെ റേഞ്ചസ് വരുന്നത് 90, പാർട്ടിസിപ്പൻറ്റ് 2ന് 82, പാർട്ടിസിപ്പൻറ്റ് 3ക്ക് 79, പാർട്ടിസിപ്പൻറ്റ് 4ന് 98 ഇങ്ങനെയാണെന്നിരിക്കട്ടെ. വൈക്ക് 85, 83, 91 ആൻഡ് 99 ഇങ്ങനെയാണെന്നിരിക്കട്ടെ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ റാങ്ക് നോക്കും. എക്സ് വാല്യൂസിന്റെ റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത് 98 ആണ്. സോ നമുക്കിതിനെ റാങ്ക് 1 എന്ന് കൊടുത്തു. 90 ആണ് അടുത്ത റാങ്ക് വന്നിരിക്കുന്നത്. സോ ഇതിനെ നമ്മൾ റാങ്ക് 2 എന്ന് കൊടുത്തു. 82നെ നമ്മൾ റാങ്ക് 3 എന്ന് കൊടുത്തു. 79നെ നമ്മൾ റാങ്ക് 4 എന്ന് കൊടുത്തു. സിമിലർലി ആർ വൈ 1, 2, 85 ആണ് തേർഡ് വരുന്നത്. സോ ദിസ് ഇസ് 3 ആൻഡ് ദിസ് ഇസ് 4. ഇനി അടുത്ത് നമ്മൾ ഡി ഐ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എടുക്കും. ഡി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം. സോ ഡി ഐ ഈസ് നത്തിങ് ബട്ട് മോഡുലസ് ഓഫ് റാങ്ക് വൈ മൈനസ് റാങ്ക് എക്സ്. ഓക്കെ, സോ ഈ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റത്തെ 3 മൈനസ് 2 1, 4 മൈനസ് 3 1, 4 മൈനസ് 2 2, 1 മൈനസ് 1 0. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇനി ഈ ഡി ഐയുടെ സം എടുക്കുന്നു. ഡി ഐയുടെ സം എടുത്തു കഴിഞ്ഞാൽ എത്ര വന്നു? 1 + 1 2 + 2 4. ഓക്കെ, ഇനി ഇവിടുത്തെ എൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എൻട്രീസ് ആണ് നമുക്കുള്ളത്. സോ എൻ വാല്യൂ ഇസ് 4. സോ 6 ഇൻറ്റു 4 സ്ക്വയർ ഇസ് 16. സോ 6 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 സ്ക്വയർ ഇസ് 16 മൈനസ് 1 15. ഓക്കെ, സോ താഴെ 4 ഇൻറ്റു 15 എന്നും വന്നു, മേളിൽ 6 ഇൻറ്റു 16 എന്നും വന്നു. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. റോ ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. സോ ഇവർ തമ്മിലുള്ള മാർക്കുകളുടെ ഒരു സിമിലാരിറ്റി നമുക്ക് നോക്കാൻ പറ്റും. ഇനി നമുക്ക് ടൈ റാങ്ക് വരുന്ന കേസ് ഉണ്ടെങ്കിൽ, ഓക്കെ, ടൈ റാങ്ക് വരുന്ന കേസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫോർമുലേനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റും. ഇഫ് ദർ ആർ m ഇൻഡിവിജ്വൽസ് ടൈഡ് ആൻഡ് s such sets of ranks are there in a x series, then tx is 1/12 into sigma mi into mi square minus 1. അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ജഡ്ജ് 1 ഉണ്ട്, അങ്ങനെ ഞാൻ ജഡ്ജ് എക്സ് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ജഡ്ജ് വൈ. സോ ജഡ്ജ് എക്സ് ഇടുന്ന മാർക്ക് 90, 85, 90, 84, 85. ജഡ്ജ് വൈ ഇടുന്നത് 93, 82, 82, 91 ആൻഡ് 90. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റാങ്ക് ഓഫ് എക്സും അതുപോലെ തന്നെ റാങ്ക് ഓഫ് വൈയും ആയിരിക്കും. റൈറ്റ്. സോ നമ്മൾ അടുത്തത് ആർ എക്സും ആർ വൈയും കണ്ടുപിടിക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 2 പേർക്കാണ്. ഓക്കെ, സോ ഫസ്റ്റ് റാങ്ക് 2 പേർക്കാണെങ്കിൽ നമ്മൾ സെയിം റാങ്ക് വരുമ്പോഴത്തേക്കും
ഫസ്റ്റ് റാങ്ക് പ്ലസ് സെക്കൻഡ് റാങ്ക് ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് റാങ്ക് പ്ലസ് സെക്കൻഡ് റാങ്ക് എന്ന് പറയുമ്പോൾ 1 + 2 3 ഡിവൈഡഡ് ബൈ 2, സോ അത് 1.5 എന്നാണ് നമുക്ക് ഇവിടെ റാങ്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് 1.5. അപ്പോൾ ഇതിനും നമ്മൾ 1.5 എന്ന് കൊടുത്തു. അടുത്തത് നമുക്ക് 85 ആണ് വന്നേക്കുന്നത്. സോ ഇത് തേർഡ് റാങ്കും ഫോർത്ത് റാങ്കും ആണ്. ഓക്കെ, സോ തേർഡ് റാങ്കും ഫോർത്ത് റാങ്കും കൂടെ എടുക്കുമ്പോഴത്തേക്കും 3 + 4/2, സോ ദിസ് ഇസ് 3.5 റാങ്ക്. ഇവിടെ നമുക്കൊരു സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും ഒന്നും വരുന്നില്ല. 3.5ഉം 3.5ഉം. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞാൽ വരുന്നത് 84 ആണ്. സോ 84ന്റെ വരുന്നത് ഫിഫ്ത്ത് റാങ്ക് ആണ്. സോ ആ ഫിഫ്ത്ത് റാങ്ക് ഇവിടെ എഴുതി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ RY എടുക്കുന്നു. RY എടുക്കുമ്പോഴത്തേക്കും ഞാൻ സപ്പോസ് ഇത് ഞാൻ 93 എന്ന് കൊടുക്കുന്നു, ഒരെണ്ണം കൂടെ ഞാൻ 93 കൊടുക്കുന്നു. നിങ്ങൾക്കൊന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സോ 3 പേർക്ക് സെയിം റാങ്ക് ആണ്. സോ ഇൻ ദാറ്റ് കേസ് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് ടൈ ആണ്. സോ 1 + 2 + 3/3, അത് എത്ര വരും? 3 + 3/2, സോറി 3, ദാറ്റ് ഇസ് 2. നടുക്കുള്ള നമ്പർ തന്നെ വരും. സോ ദിസ് ഇസ് 2, ദിസ് ഇസ് ഓൾസോ 2 ആൻഡ് ദിസ് ഇസ് ഓൾസോ 2. അത് കഴിഞ്ഞാൽ ഇത് 4 വന്നു, ഇത് 5ഉം വന്നു. ഇനി നമ്മൾ റാങ്ക് ഡിഫറൻസ് എടുക്കുന്നത് ഇതിനെ ബേസ്ഡ് ആയിട്ടായിരിക്കും. സോ DI is 0.5, next one is 1.5, next one is 0.5, next one is 3, and last one is 0.5. അടുത്തത് ഞാൻ ഇതിന്റെ സ്ക്വയർ എടുക്കും, DI സ്ക്വയർ. സോ ഞാൻ DI സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര വരും? 0.5 × 0.5 എന്ന് പറഞ്ഞാൽ 0.25, റൈറ്റ്? ആൻഡ് ദിസ് ഇസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം 2.25 ആയിരിക്കും വരുന്നത്. 2.25, and this one will be 0.25. This one is 9, and this one is also 0.25. So 4 0.25 വന്നപ്പോൾ 1 ആയി, 3 4 + 9 13. സോ 13 ആണ് നമുക്കിവിടെ DI സ്ക്വയർ വന്നേക്കുന്നത്. സോ DI സ്ക്വയർ വരെ നമുക്ക് കിട്ടി. ഓക്കെ, പക്ഷെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു സാധനം കൂടെ ആഡ് ചെയ്ത് പോകണം. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നമുക്ക് TX എന്ന് പറയുന്ന ഒരു റാങ്ക്, സെയിം റാങ്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ എക്സിൽ എത്ര തവണയാണ് വന്നത്? ഒരു 2 റാങ്ക് ഇവിടെ സെയിം വന്നിട്ടുണ്ട്. ഓക്കെ, സോ 1 to 2 ആണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ M ഇൻഡിവിജ്വൽസ് ആണ് ടൈ ആയിരിക്കുന്നത്. ഓക്കെ, സോ എമ്മിന്റെ വാല്യൂ ഇവിടെ 2 ഇട്ട് കൊടുക്കാം. 2 പേർക്കാണ് ഫസ്റ്റ് റാങ്ക് ടൈ ആയത്. ഓക്കെ, M is equal to 2. എത്ര സച്ച് റാങ്ക്സ് വന്നിട്ടുണ്ട്? ഇവിടെ 2 പേർക്ക് വെച്ചിട്ട് 2 റാങ്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്കൊരു 1 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 2 ഇൻറ്റു 2 സ്ക്വയർ, അതായത് 4 - 1 3, പ്ലസ് ഒരു റാങ്ക് കൂടെ ടൈ വന്നിട്ടുണ്ട്. സോ 1/12 ഇൻറ്റു, വീണ്ടും 2 പേർക്കാണ് ടൈ വന്നേക്കുന്നത്. സോ 2 ഇൻറ്റു 2 സ്ക്വയർ - 1, അതായത് 3. ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് Y വാല്യൂവിലും ടൈ വന്നിട്ടുണ്ട്. Y വാല്യൂവിലെ ടൈ വന്നപ്പോൾ എത്ര എണ്ണമാണ്? 3 പേർക്കാണ്. സോ ഇവിടെ 1/12 ഇൻറ്റു, ഇവിടെ നമുക്ക് 1/2 ഇൻറ്റു, നമുക്ക് 3 റാങ്ക് ആണ് ടൈ വന്നത്. സോ ഈ 2ന് വരെ നമ്മൾ 3 ഇട്ടു. സോ 3 സ്ക്വയർ - 1 is 8. ഓക്കെ, വേറെ ഇവിടെ ടൈ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫാക്ടർ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് നമ്മൾ ഈ 13ന്റെ കൂടെ, നമ്മുടെ 13ന്റെ കൂടെ ഈ ഒരു സാധനം കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു, കാരണം ഇവിടെ n വന്നിരിക്കുന്നത് 5 ആണ്. നമ്മൾ 5 എൻട്രീസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ n is equal to 5.
So 5 into n square is 25. 25 minus 1. Okay. So rho എന്ന് പറയുന്നത് 1 മൈനസ് ഈ മുഴുവൻ സാധനം. ഇതായിരിക്കും നമ്മുടെ റോ എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എക്സ് വാല്യൂസ് നോട്ട് ചെയ്തു, വൈ വാല്യൂസ് നോട്ട് ചെയ്തു. ഓക്കെ, എക്സ് വാല്യൂസും വൈ വാല്യൂസും നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റാങ്ക് ഓഫ് എക്സും റാങ്ക് ഓഫ് വൈയും എടുത്തു. ടൈഡ് റാങ്ക് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ റാങ്കുകളാണോ ടൈ ആയത് ആ റാങ്കുകളുടെ ആവറേജ് എടുക്കാം. ആവറേജ് നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ ഡി ഐ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ റാങ്ക്സ് എഴുതി. അതിന്റെ സ്ക്വയർ എടുത്തു, അതിന്റെ സം എടുത്തു. എന്നിട്ട് നമ്മൾ നോക്കി എത്ര റാങ്കുകളാണ് നമുക്ക് ടൈ വന്നേക്കുന്നത്. സോ ഫസ്റ്റ് ഇവിടെ 2 റാങ്കുകൾ ടൈ വന്നിട്ടുണ്ട്, ഫസ്റ്റ് 2 റാങ്ക്. സോ 2 ഇൻറ്റു എം ഐയുടെ വാല്യൂ 2 എന്ന് ഇട്ട് കൊടുത്തു. സോ 2 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 1, അതാണ് ഈ 3 വന്നത്. അടുത്ത് നമുക്ക് വീണ്ടും ഒരു റാങ്ക് 85 ടൈ വന്നിട്ടുണ്ട്, റൈറ്റ്. സോ അവിടെ നമ്മൾ വീണ്ടും ആ ഒരു ഫാക്ടർ ആഡ് ചെയ്തു. പക്ഷെ അടുത്തത് 3 റാങ്ക്സ് ആണ് ബൈയിൽ സെയിം വന്നേക്കുന്നത്. സോ അവിടെ നമ്മൾ 1/12 ഇൻറ്റു 3 ഇൻറ്റു 8 എന്ന് കൊടുത്തു. താഴെ നമ്മൾ നമ്മുടെ ഈ ഫോർമുലയിലെ 5 ഇൻറ്റു 25 മൈനസ് 1, n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ സ്പിയർമാൻസ് കോഎഫിഷ്യന്റിന്റെ ഫോർമുല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോറിലേഷൻ കോഎഫിഷ്യന്റ് കിട്ടും. So these are the two methods for measuring correlation. Now moving on to regression analysis. Regression analysis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a method of using observations to quantify the relationship between the target variable, which is also referred to as a dependent variable and a set of independent variable. അവിടെ നിൽക്കട്ടെ, ആദ്യം നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. നമുക്ക് സെയിം യൂണിറ്റ് ഓഫ് ഡേറ്റ ആണ് നമുക്ക് രണ്ടെണ്ണം ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സെയിം യൂണിറ്റ് ഓഫ് ഡേറ്റ ഉള്ള എക്സ് വാല്യൂസും വൈ വാല്യൂസും തമ്മിലുള്ള ഒരു ആവറേജ് റിലേഷൻഷിപ്പ്, അതിനെയാണ് നമ്മൾ കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. മറ്റേത് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെങ്കിൽ ആ സ്ട്രേറ്റ് ലൈൻ റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ എത്രത്തോളം സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഡിപ്പെൻഡന്റ് ഓൺ അനദർ ആയിരിക്കും. സോ അതാണ് ഈ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് ഞാൻ പറയുവാണെങ്കിൽ, ഇതാണ് എൻ്റെ ഒരു റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുവാണെങ്കിൽ, ഇതിന്റെ അർത്ഥം y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലെ. അപ്പോൾ yക്ക് എക്സ് ഇല്ലാതെ പറ്റത്തില്ല. സോ ഈ y ആരായി? y ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയി. ഓക്കെ, y ഭയങ്കര ടോക്സിക് ആയി, എക്സ് ഇല്ലാതെ ഇനി പറ്റത്തില്ല. പക്ഷെ എക്സിന് ആ പ്രശ്നമില്ല, എക്സ് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, സോ എക്സ് ഇസ് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ whereas y is a dependent variable. സോ ഇതാണ് റിഗ്രഷൻ അനാലിസിസിന്റെ ബേസിക്സ്. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് റിഗ്രഷൻ നോക്കാൻ പോവാണ്. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് സിമ്പിൾ റിഗ്രഷൻ ആണ്. സിമ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് നോക്കുകയാണ്. രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ഒന്നൊരു കോസ് ആയിരിക്കും, ഒന്നൊരു ഇഫക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ കോസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് വാല്യൂ ആയിരിക്കും ആൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈ വാല്യൂ ആയിരിക്കും. എക്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എത്രത്തോളം ചേഞ്ച് ആണ് വൈയിൽ ഉണ്ടാവുന്നത് എന്ന പ്രഡിക്ഷൻ ചെയ്യാനാണ് നമ്മൾ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ സെന്റൻസ് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളാം. എക്സ് എന്ന് പറയുന്ന വാല്യൂവിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ വൈയിൽ എന്തുമാത്രം ചേഞ്ച് ഉണ്ടാവും, അതാണ് ആ ഒരു ക്വാണ്ടിഫിക്കേഷൻ ആണ് നമ്മൾ റിഗ്രഷനിൽ ചെയ്യുന്നത്. സോ എക്സ് ഇസ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതിനെ നമ്മൾ പ്രെഡിക്റ്റഡ് വേരിയബിൾ അല്ലെങ്കിൽ റിഗ്രസർ അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്നൊക്കെ വിളിക്കും. വേരിയബിൾ റെപ്രസെന്റിംഗ് ദ എഫക്ട് ഈസ് കോൾഡ് ആസ് ദ ഡിപെൻഡന്റ് വേരിയബിൾ. എക്സാമ്പിൾ പറയുന്നത് ഈൽഡും ഫെർട്ടിലൈസർ ഡോസും. ഫെർട്ടിലൈസർ ഡോസ് ഒരു എക്സ് ആണ്, മറ്റേത് വൈ ആണ്, ഈൽഡ് വൈ ആണ്. സോ ഫെർട്ടിലൈസർ ഡോസ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈൽഡ് കൂടും. എത്രത്തോളം കൂടും എന്ന് ചെക്ക് ചെയ്യാനാണ്, ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് കോറിലേഷൻ. പക്ഷെ ഫെർട്ടിലൈസർ ഡോസ് എത്രത്തോളം കൂട്ടിയാൽ ഈൽഡ് എത്രത്തോളം കൂടും അത് ചെക്ക് ചെയ്യുന്നതാണ് റിഗ്രഷൻ. മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടാവും, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. സോ കോറിലേഷനകത്ത് നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എത്രത്തോളം ഒരു ഡിപെൻഡന്റ് വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ന്യൂമറിക്കലി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് നോക്കുന്നത്. ഓർ നമ്മൾ വേറൊരു ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റിംഗ് ദ ബെസ്റ്റ് ലൈൻ ഓർ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഓൺ ദ ബേസിസ് ഓഫ് അനദർ വേരിയബിൾ എന്ന് നമ്മൾ പറയും. ഈ ഒരു സെന്റൻസ് പഠിച്ചിരിക്കണം, ഞാൻ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ടെമ്പറേച്ചറും ഐസ്ക്രീം സെയിൽസും. അപ്പൊ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഐസ്ക്രീം സെയിൽ കൂടും. സോ ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ എ പോസിറ്റീവ് കോറിലേഷൻ. അപ്പൊ ഞാൻ പല ടെമ്പറേച്ചറിൽ
ഉണ്ടായിട്ടുള്ള ഐസ്ക്രീം സെയിൽസിനെ ഞാനൊന്ന് പ്ലോട്ട് ചെയ്തു. പ്ലോട്ട് ചെയ്തപ്പം എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, സോ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒന്നെങ്കിൽ ദാ ഇതുപോലൊരു ഗ്രാഫ് വരയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലൊരു ഗ്രാഫ് വരയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലൊരു ഗ്രാഫ് വരയ്ക്കാം. കാരണം ഏതെങ്കിലും രണ്ട് പോയിന്റ്സ്, നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഒരു മിനിമം റിക്വയർമെന്റ്, ഒരു ഗ്രാഫിന്റെ മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് വരയ്ക്കാം. സോ ഇതിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാം. സോ അതാണ് ഈ കാണിച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ലൈനാണ് നമ്മൾ ബെസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നത്. കാരണം എന്താ, മാക്സിമം പോയിന്റ്സ് കൂടി ഇത് കവർ ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ മാക്സിമം പോയിന്റ്സ് ഇതിന്റെ അടുത്തായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, സോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിഫറൻസ്, ഈ പോയിന്റും ഈ ലൈനും തമ്മിലുള്ള ഡിഫറൻസ് കുറവാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ ലൈനിനെ നമ്മൾ ബെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബെസ്റ്റ് ലൈനിലോട്ട് നമ്മൾ ബാക്കി പോയിന്റ്സിനെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം എക്സ് വാല്യൂസിൽ ചേഞ്ച് ഉണ്ടാവണം, അതാണ് നമ്മൾ റിഗ്രഷനിൽ നോക്കുന്നത്. സോ അത് ബേസ് ചെയ്തിരിക്കുന്ന ഒരു പ്രിൻസിപ്പിളിനെയാണ്, ആ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. സോ ബെസ്റ്റ് ലൈൻ ഓഫ് ഇറ്റ് ഈസ് ദ ലൈൻ ദാറ്റ് പാസസ് ത്രൂ ഓൾ ദ പോയിന്റ്സ് such that the distance of each point to the line is minimum. സോ റിഗ്രഷൻ ടെക്നിക് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റുന്നത്. പോയിന്റും ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം ആയിരിക്കണം. ഓക്കെ, സോ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. വൺ ഇസ് എറർ ആൻഡ് ദി അതർ ഇസ് റെസിഡ്യൂവൽ. എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് ദ ട്രൂ വാല്യൂ. ഓക്കെ, ഒബ്സർവ്ഡ് വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, എറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒ മൈനസ് ടി എന്നൊക്കെ നമുക്ക് പറയാം. ഒ മൈനസ് ഇ, ഒ മൈനസ് ടി എന്നൊക്കെയാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. റെസിഡ്യൂവൽ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് ദ പ്രെഡിക്റ്റഡ് വാല്യൂ. ഓക്കെ, അതായത് നമ്മുടെ ഫിറ്റഡ് ലൈൻ, നമ്മളൊരു ലൈൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈന് മറ്റേ പോയിന്റുകളിൽ നിന്ന് എത്രത്തോളം മാറിയിട്ടുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് റെസിഡ്യൂവൽ. ഓക്കെ, സോ റെസിഡ്യൂവൽ ഈസ് ഓൾമോസ്റ്റ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് എറർ എന്ന് നമുക്ക് പറയാം. സോ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇ ഐ മാറ്റുന്നതിനെക്കാട്ടും കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത് ഇത് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്. സോ അതിനെ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇ ഐ സ്ക്വയറിനെ മിനിമം ആക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഈ ബെസ്റ്റ് ഫിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ ഐ സ്ക്വയറിനെ മിനിമം ആക്കാൻ നോക്കുന്നു. ദാറ്റ് ഇസ് നോൺ ആസ് റിഗ്രഷൻ. സോ ആ ഒരു കൺസെപ്റ്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം കുറച്ച് സ്ട്രൈറ്റ് ലൈൻ കോർഡിനേറ്റ് ജോമെട്രി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫിഗർ ഇൻ ജോമെട്രി ആണ്. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. y is equal to a plus bx ആണ് ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് വൈയും എക്സും നിങ്ങൾക്ക് അറിയാം. എക്സ് ആണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, വൈ ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. എ എന്ന് പറയുന്നത് എന്താണ്, എ അവിടുത്തെ ഇന്റർസെപ്റ്റ് ആണ്. ബി എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. ഐ ഹോപ്പ് യു നോ ദ മീനിങ് ഓഫ് ഇന്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ്. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക. സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് അതിനെയാണ് നമ്മൾ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എടുക്കുന്നതാണ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് അതിൻ്റെ സ്ലോപ്പ്. സ്ലോപ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഓക്കെ, സോ എ ഇസ് ദ വൈ ഇന്റർസെപ്റ്റ്, സോറി ഇത് എക്സിലെ എത്രത്തോളം വൈയിലെ എത്രത്തോളം മാറിയിട്ടാണ്, വൈ ആക്സിസിൽ നിന്ന് എത്രത്തോളം മാറിയിട്ടുള്ളതാണ് നമ്മുടെ പോയിന്റ് നിൽക്കുന്നത്, അതാണ് ഇന്റർസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാം. ഏതാണല്ലോ ഒരു ഇന്റർസെപ്റ്റ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ബി ഇസ് ദ സ്ലോപ്പ് ഓഫ് ലൈൻ. ചിലപ്പോൾ നമ്മൾ ഇതിനെ ബി എന്നൊക്കെ ഡിനോട്ട് ചെയ്യും, പല ലെറ്റേഴ്സ് കൊണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാനിവിടെ എ എന്ന് പറഞ്ഞൊരു ലെറ്റർ കൊണ്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ടെക്നിക്കലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് ആൻ ഇന്റർസെപ്റ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, അതൊന്നെങ്കിൽ വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ആവും, അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ആവും. എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ അതിനെ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയും, വൈ ആക്സിസിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ അതിനെ വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയും. സോ ഇവിടെ ഞാൻ വൈയുടെ ടേംസിൽ ഇക്വേഷൻ എഴുതാനാണ് ഞാൻ ഇതിനെ വൈ ഇന്റർസെപ്റ്റ് എ എന്ന് എടുത്തത്. ഓക്കെ, സോ ബി ഈസ് കൺസിഡർഡ് ആസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റീപ്നെസ് എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ സ്ലോപ്പിനെ നമുക്ക് വേറെ രീതിയിൽ പറയാം. ഒരു യൂണിറ്റ് ചേഞ്ച് ഇൻ വൈ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രത്തോളം, സോറി ഒരു യൂണിറ്റ് എക്സ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വൈയിൽ ചേഞ്ച് ഉണ്ടാവും, അതിനെ നമുക്ക് സ്ലോപ്പ് എന്ന് പറയാം. റിഗ്രഷൻ ടേംസിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ബി എന്ന് പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റിഗ്രഷൻ കോഎഫിഷ്യന്റ് നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രി വന്നു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, സ്ലോപ്പ് തന്നെയാണ്, വേറൊന്നുമല്ല. സോ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദിസ് ഇസ് ദ ഇന്റർസെപ്റ്റ് എ ആൻഡ് ദിസ് ഇസ് ബി. ബി is change in y divided by change in x. So that is also known as regression coefficient. A and B are considered as the fingerprint of a line. With these values we can easily identify the line. So ഈ രണ്ട് സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈൻ്റെ ഇക്വേഷൻ കൊണ്ടുവരാൻ ഈസിയാണ്. സോ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
to find the line of best fit, estimate A and B such that the errors of each observation is minimized. അതാണ് നമ്മൾ നോക്കേണ്ടത്. എറേഴ്സ് നമ്മൾ കുറയ്ക്കാൻ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എറർ ടേം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വൈ ഐ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ഐ പ്ലസ് ഇ ഐ എന്ന് കൊടുക്കാം. സോ ഇ ഐ ഈസ് ദ ith എറർ കറസ്പോണ്ടിങ് ടു ദ y വാല്യൂ. സോ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എയും ബിയും എസ്റ്റിമേറ്റ് ചെയ്യുന്നു, ഓക്കെ, ബൈ മിനിമൈസിങ് ദ എറർസും. ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സിഗ്മ എ ഐ സ്ക്വയറിനെ, അതായത് ഇ ഐ സ്ക്വയറിന്റെ എല്ലാത്തിനെയും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ സിഗ്മ എ ഐ സ്ക്വയറിനെ നമുക്ക് മിനിമൈസ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ പറയുന്നത്. സോ നമ്മൾ ഇ ഐ എന്ന് പറഞ്ഞൊരു ടേം മാത്രമായിട്ട് എടുത്തു, ബാക്കിയെല്ലാം നമ്മൾ ഇപ്പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇ ഐ ഈസ് ഈക്വൽ ടു വൈ ഐ മൈനസ് എ പ്ലസ് ബി എക്സ് ഐ എന്ന് കിട്ടി. സോ ഇ ഐ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള സ്ക്വയർ ആയിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ എം ടേക്കിംഗ് സിഗ്മ ഓൺ ബോത്ത് സൈഡ്. സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ ഇ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ഐ മൈനസ് എ പ്ലസ് ബി എക്സ് ഐ ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് ഇതിനെ മിനിമം ആക്കണം. ഓക്കെ, മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ. സോ മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മൾ ഡിഫറൻസിയേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിനിമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എയും വിത്ത് റെസ്പെക്ട് ടു ബിയും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ, അതായത് ഡി ഇ ബൈ ഡി എയും അതുപോലെ തന്നെ ഡി ഇ ഡിവൈഡഡ് ബൈ ഡി ബിയും എന്തായിരിക്കണം, ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് സാധനം നിങ്ങൾ ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിനിമത്തിന്റെ ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, സോ നമ്മുടെ നേരത്തെ കണ്ട ഇക്വേഷൻ, അതായത് ഇ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ഐ മൈനസ് എ പ്ലസ് ബി ഐ, ആ സാധനം ബി എക്സ് ഐ, ആ സാധനം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത്. അതിന്റെ സ്റ്റെപ്പുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി ഡെറിവേഷൻസ് ഒന്നും നോക്കാതെ ഫൈനൽ ഇക്വേഷൻസിലോട്ട് പോകുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ബി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത്. സോ ദീസ് ടു ആർ ദ റിഗ്രഷൻ ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിക്കണം. സിഗ്മ വൈ ഐ ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ് ഐ ആൻഡ് സിഗ്മ വൈ ഐ എക്സ് ഐ ഈസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് ഐ പ്ലസ് ബി സിഗ്മ എക്സ് ഐ സ്ക്വയർ. ഇത് കാണാതെ പഠിക്കുക രക്ഷയുള്ളൂ. എന്തെങ്കിലും കോഡുകൾ ഉണ്ടാക്കുക, എഴുതി പഠിക്കുക. കാരണം ഡിറൈവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടൈം പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് കാരണം ഇഫ് യു ക്യാൻ ട്രൈ ഡിറൈവിങ്, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ ഇതിൽ നിന്ന് നമുക്ക് റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലോട്ട് നമ്മൾ പോവുകയാണ്. സോ ഈ ഇക്വേഷൻസ്, രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ ഡിഫറൻഷ്യലോ അല്ല, ഇന്റഗ്രൽ ഇക്വേഷൻസ് ആണ് സത്യത്തിൽ. നമ്മൾ ആ ഇന്റഗ്രേഷൻ നമ്മൾ കണ്ടിന്യൂസ് ടേംസിലാണ് കൊടുക്കുന്നത്. ആ സെയിം സാധനം തന്നെ നമ്മൾ ഡിസ്ക്രീറ്റ് ആണെങ്കിലാണ് നമ്മൾ സിഗ്മ യൂസ് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ സോൾവ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ബിക്ക് ഒരു ഇക്വേഷൻ കിട്ടും. സോ ബിയുടെ ഇക്വേഷൻ ഇതാണ്. മേളിൽ നമുക്ക് കൊവേരിയൻസ് ഓഫ് എക്സ് വൈയും വന്നു, താഴെ നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് എന്നും കിട്ടി. സോ ബി ഇസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ്. ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഫോർമുല. മറ്റേ ഫോർമുല ഒന്നും പഠിച്ചില്ലെങ്കിൽ സാരമില്ല, ഈ ഫോർമുല അറിഞ്ഞിരിക്കുക. ബി ഇസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ്. നൗ ഇഫ് യു റിമെമ്പർ ഫ്രം ദ പ്രീവിയസ് ലെക്ചർ, വേരിയൻസ് ഈസ് what? Variance is sigma square. Okay, so എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ് വേരിയൻസ്. ഓക്കെ, സോ അനദർ ഇക്വേഷൻ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഈസ് എ. എയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് y ബാർ മൈനസ് ബി എക്സ് ബാർ ആണ്. ഓക്കെ, സോ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന ഇക്വേഷനിൽ നിങ്ങൾക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഗ്രഷൻ ഇക്വേഷൻ കിട്ടും, വിച്ച് ഈസ് ഹാവിംഗ് ദ ലീസ്റ്റ് എറർ ഓർ ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് കിട്ടും. ഓക്കെ, ഈ ബി വാല്യൂ ആണ് നമ്മൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഈ എ വാല്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, വൈ ബാർ മൈനസ് ബി എക്സ് ബാർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബി കണ്ടുപിടിക്കണം, അതിനുശേഷം നിങ്ങൾ വൈ ബാറും എക്സ് ബാറും കണ്ടുപിടിക്കുക, ആൻഡ് യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഹിയർ. ഓക്കെ, സോ നമുക്ക് രണ്ട് കൺസെപ്റ്റ് വരും. വൺ ഇസ് റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സ്. വൈ ഓൺ എക്സ് ആണെങ്കിൽ നിങ്ങളുടെ ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്നായിരിക്കും. സോ അവിടെ നമുക്ക് ബി വൈ എക്സ് എന്നാണ് നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് വരുന്നത്. സോ ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഓക്കെ, സോ
നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇങ്ങനെയാണ്, ഇവിടെ ബി വൈ എക്സ് അല്ലേ, സോ എക്സ് രണ്ടാമത് കിടക്കുന്ന കാരണം ഡിനോമിനേറ്ററിൽ വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഞാൻ എങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്. ഓക്കെ, സോ ബി എക്സ് വൈ ആണെങ്കിൽ വൈ രണ്ടാമത് കിടക്കുന്ന കാരണം എന്ത് ചെയ്യണം, വേരിയൻസ് ഓഫ് വൈ ആണ് താഴെ വരുന്നത്. ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. സോ റിഗ്രഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണെങ്കിൽ നമുക്ക് എ ബിക്ക് പകരം സി എം എന്ന് പറഞ്ഞ വേറെ രണ്ട് വേരിയബിൾസ് സി ഡി എന്നോ സി എം എന്നോ ഒക്കെ പറഞ്ഞ രണ്ട് വേരിയബിൾസ് കൊടുക്കാം. സോ എക്സ് ഇസ് ഈക്വൽ ടു സി പ്ലസ് എം വൈ എന്ന് പറഞ്ഞൊരു റിഗ്രഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കൂടെ നമുക്ക് കിട്ടും. So if we look at the properties of regression coefficient, first one is bxy into byx is equal to r square എന്ന് പറഞ്ഞൊരു റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ r is equal to square root of byx into bxy. പിന്നെ regression coefficients are independent of change of origin but not of scale. അതായത് നമ്മൾ ഒരു ഡേറ്റയുടെ എന്തെങ്കിലും നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ വാല്യൂസ് വിൽ ചേഞ്ച്. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഒന്നിനെക്കാട്ടും കൂടുതലാണെങ്കിൽ മറ്റേത് ഒന്നിനെക്കാട്ടും കുറവായിരിക്കും. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. പിന്നെ ഒരെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ മറ്റേതും പോസിറ്റീവ് ആയിരിക്കണം, ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ മറ്റേതും നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, സോ ദിസ് ഈസ് അനദർ തിങ്. സോ ഈ 4 പ്രോപ്പർട്ടീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, റിഗ്രഷൻ കോഎഫിഷ്യന്റ് പ്രോപ്പർട്ടീസ്. നമ്മൾ എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും പ്രെഡിക്ഷൻ. ഓക്കെ, നമുക്ക് എക്സ് വാല്യൂ അറിയാമെങ്കിൽ വൈ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഓർ ഐഡന്റിഫൈ ദ സ്ട്രെങ്ത് ഓഫ് എ റിലേഷൻഷിപ്പ്, ഡോസ് എഫക്റ്റ് അല്ലെങ്കിൽ ഏജ് ഇൻകം, ഇങ്ങനത്തെ എത്രത്തോളം രണ്ട് വേരിയബിൾസ് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ യൂഷ്വലി ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ വിൽ ഗിവ് അനദർ വീഡിയോ ലെക്ചർ വേർ വി വിൽ ഡു എ പ്രോബ്ലം, ഒരു എൻറ്റയർ പ്രോബ്ലം എടുത്തിട്ട് അതിൻ്റെ നമ്മൾ കോറിലേഷൻ അനാലിസിസും റിഗ്രഷൻ അനാലിസിസും ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ക്ലാസ് നമ്മൾ ചെയ്യും. റിഗ്രഷൻ ഒറ്റ ക്ലാസ്സിൽ മനസ്സിലാവില്ല. ഓക്കെ, സോ ഐ വിൽ ടേക്ക് എ പ്രോബ്ലം ആൻഡ് വി വിൽ എക്സ്പ്ലെയിൻ ദ എൻറ്റയർ കൺസെപ്റ്റ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർസ് അഗെയിൻ. സോ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഇക്വേഷൻസ് പഠിച്ചിരിക്കുക, കാണാതെ പഠിക്കേണ്ട ആ ഒരു ഡെറിവേഷൻ, ആ ഒരു സ്റ്റെപ്പുകൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ബട്ട് ഡെറിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട, വട്ട് എവർ ഇസ് ഗിവൺ ഇൻ ദ സ്ലൈഡ് ആ സാധനങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക, ബിക്കോസ് ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ഇൻ ദ പേപ്പർ. ഓക്കെ, റിഗ്രഷൻ ഒറ്റ സ്ട്രെച്ചിൽ പഠിക്കാവുന്ന ഒരു സാധനമല്ല, ഒരു സെപ്പറേറ്റ് ബുക്ക് തന്നെയുള്ള ഒരു ടോപ്പിക്കാണ് റിഗ്രഷൻ. സോ അതിൻ്റെ ഒരു ഏറ്റവും മിനിയേച്ചർ ഫോമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. Okay, so in the next class we will do a problem on correlation and regression which will make a more clear idea about this particular topic. Okay, so ഇതിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നൊരു സെക്ഷൻ ആണ്. കഴിഞ്ഞ വട്ടവും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നൊരു ടോപ്പിക്കാണ് correlation and regression analysis. So study the theory well and we will see in the practical class. Thank you.